നമസ്കാരം. ജ്യോതിഷമനുസരിച്ച് 12 രാശികളിലെ ജനിച്ച വ്യക്തികൾക്ക് വലിയ ഭാഗ്യവും ദൈവാനുഗ്രഹവും ഒക്കെ കാണാറുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന വലിയ ദുരിതങ്ങളും ക്ലേശങ്ങളും ദോഷങ്ങളുമൊക്കെ പെട്ടെന്ന് തന്നെ ഇവർക്ക് മറികടന്നു മുന്നോട്ടു പോകാനും സാധിക്കുന്നു. ഇവരുടെ ഈ ദോഷങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് ഒരു അദൃശ്യ ശക്തി തന്നെ ഈ കൂട്ടർക്ക് ഒരു പിൻബലമായിട്ട് നിൽക്കുന്നു. എന്നിരുന്നാലും ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ പ്രവൃത്തിയും അവരുടെ കർമ്മഫലങ്ങളും അവരുടെ ജീവിതശൈലിയുമൊക്കെ തന്നെയാണ് ഭാഗ്യം നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് വിശ്വസിക്കുന്നു. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. പരമശിവന്റെ നക്ഷത്രമായ തിരുവാതിര, ചന്ദ്രന് സ്വാധീനമുള്ള മകയിരം നക്ഷത്രം, ഉത്രട്ടാതി, തിരുവോണം, അശ്വതി, ചോതി, രേവതി, പൂയം, അവിട്ടം, പുണർദ്ധം, വിശാഖം എന്നീ നക്ഷത്രങ്ങളാകുന്നു. 2026 ഫെബ്രുവരി 24 1199 കുംഭം 12 ചൊവ്വാഴ്ച മുതൽ 2026 ഫെബ്രുവരി 27 കുംഭം 15 വെള്ളിയാഴ്ച വരെ ഈ നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. തിരുവാതിര. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവമുണ്ടാകും. വ്യവസായ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ വന്നുചേരും. മേലുദ്യോഗസ്ഥരുടെ നീരസം വന്നുചേരും. മകയിരം. യുവാക്കൾ ജോലി കാര്യങ്ങളിൽ തട്ടിപ്പിനിടയാകാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെ മുന്നേറണം. പണം കടം കൊടുക്കരുത്. ഉത്രട്ടാതി. ആരാധനാലയങ്ങളിൽ ധാരാളം സമയം ചിലവഴിക്കും. മാധ്യമങ്ങളിൽ തിളങ്ങും. രാഷ്ട്രീയക്കാർ അവരുടെ പ്രവൃത്തികൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പൂർവിക സ്വത്ത് ലഭിക്കും. തിരുവോണം. ശത്രുതാ മനോഭാവത്തിലായിരുന്ന വ്യക്തികൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ചങ്ങാത്തം കൂടും. ഇവരുടെ ചങ്ങാത്തം അത്ര നല്ലല്ല. അശ്വതി. ദാമ്പത്യ സുഖക്കുറവ്. ധനം കടം കൊടുക്കരുത്. ജോലിസ്ഥലത്ത് കരുതലോടെ പെരുമാറണം. ശാരീരിക ദുരിതമുണ്ടാകാതെ സൂക്ഷിക്കണം. ചോതി. ചിട്ടി, വായ്പ എന്നിവ ലഭിക്കും. ഭൂമി, വാഹനം, സന്താനം എന്നിവയ്ക്ക് സാധ്യത. കുടുംബപരമായും തൊഴിൽപരമായും ധനപരമായും ഉണ്ടായിരുന്ന ദോഷം മാറും. പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കും. രേവതി. എല്ലാമുണ്ടെങ്കിലും പട്ടിണിയും പരിവട്ടവുമായാണ് ജീവിതം. ഈശ്വരഭജനത്തിലൂടെയും ഔഷധസേവയിലൂടെയും പരിഹാരം കാണേണ്ടതാണ്. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പൂയം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടും. കടബാധ്യതകളിൽ നിന്നു മോചനം. അഭിപ്രായ ഭിന്നതകൾ മാറും. ബന്ധുക്കളുമായി ദൂരയാത്ര പോകും. അവിട്ടം. ജോലിയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറുന്നതാണ്. കുടുംബ സുഖവർദ്ധന. മംഗളകർമ്മങ്ങൾ നടക്കും. ബിസിനസ്സിൽ ഉയർച്ച. ഭാര്യയുമായി ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. വാഹനലാഭം. പുണർദ്ധം. അകന്നുനിന്ന ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചു താമസിക്കാൻ സാധ്യത. അച്ഛനമ്മമാർക്ക് മക്കളോടുകൂടി ഒന്നിച്ചു താമസിക്കാൻ യോഗം. രോഗാവസ്ഥയിൽ നിന്നും പുതിയ ചികിത്സാരീതി വഴി മോചനം ലഭിക്കും. വിശാഖം. നിദ്രാഭംഗം. ലഹരി പദാർത്ഥത്തിന്റെ സ്വാധീനത്തിൽ കുടുങ്ങി കുഴപ്പം സൃഷ്ടിക്കരുത്. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കും. യശസ്, കർമ്മപുഷ്ടി എന്നിവ ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി.